എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു ടേസ്റ്റി ഇന്നോവേഷൻസ്. ഇന്നത്തെ നമ്മളുടെ റെസിപ്പി ആലു ഭുജിയാണ്. ഇത് സാധാരണ നമ്മൾ പുറത്തുനിന്ന് വാങ്ങുകയാണ് ചെയ്യാറ്. നമുക്കിത് സുഖമായി വീട്ടിൽ ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ഇത് എങ്ങനെയാണ് ഉണ്ടാക്കാൻ നോക്കാം. അപ്പോൾ അതിൻ്റെ മുന്നേ ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ്, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ അമർത്തി ഓൾന്ന് പ്രസ് ചെയ്യുക. ഇനി നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഇതിന് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. കടലമാവ് 1 കപ്പാണ് എടുത്തത്. അതുപോലെ തന്നെ ആലു ഉരുളക്കിഴങ്ങ് പുഴുങ്ങി ഉടച്ചെടുത്തതാണ്, അതൊരു 1/2 കപ്പ്. പിന്നെ നമുക്ക് കുറച്ച് മസാലകൾ വേണം. ചാട്ട് മസാല അത് 1 ടീസ്പൂണാണ്. പിന്നെ കുറച്ച് നമുക്ക് ലാസ്റ്റ് ഒന്ന് വെതറി കൊടുക്കാനും വേണം. പിന്നെ വേണ്ടത് മുളക് പൊടിയാണ്. മുളക് പൊടി 1 ടീസ്പൂണാണ് ഇവിടെ എടുത്തത്. പിന്നെ 1/2 ടീസ്പൂൺ കായം പൊടി, ഒരു 2 ടേബിൾ സ്പൂണോളം നാരങ്ങാനീര്. പിന്നെ ഇത് പുതിന ഇല ഉണക്കി പൊടിച്ചതാണ്. നമുക്കിത് പുറത്തുനിന്ന് വാങ്ങാൻ കിട്ടും. ഇല്ലെങ്കിൽ സാധാരണ നമ്മൾ പുതിന ഇല ഒന്ന് വെയിലത്തിട്ട് ഉണക്കി പൊടിച്ചെടുത്താൽ മതി. ആവശ്യത്തിന് ഉപ്പ്, പിന്നെ 1 നുള്ള് ബേക്കിംഗ് സോഡ. പിന്നെ നമുക്ക് കുറച്ച് എണ്ണ കൂടി വേണം, കാരണം നമ്മളിത് ഫ്രൈ ചെയ്തിട്ടാണ് ഉണ്ടാക്കുന്നത്. അതുകൂടാതെ നമ്മൾ മാവ് കുഴയ്ക്കുമ്പോൾ 1 ടേബിൾ സ്പൂൺ എണ്ണ കൂടി ചേർക്കുന്നുണ്ട്. ഞാൻ സൺഫ്ലവർ ഓയിലാണ് എടുത്തത്. നമുക്ക് കുറച്ച് സാധനങ്ങൾ കുഴച്ചെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ബൗൾ എടുത്തു. അതിലേക്ക് നേരത്തെ എടുത്തു വെച്ച 1 കപ്പ് കടലമാവ് അതിലേക്ക് ഇടുകയാണ്. പിന്നെ അതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച ആലു കൂടി, ഉരുളക്കിഴങ്ങ് ഉടച്ചത് കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ അതിലേക്ക് നമ്മൾ ഓരോ മസാലകളായിട്ട് ചേർക്കുകയാണ്. ഇനി നമ്മളിതിലേക്ക് മുളക് പൊടി, കായം പൊടി, ചാട്ട് മസാല കുറച്ച് വെതറാനും വേണം. പിന്നെ 1 ടേബിൾ സ്പൂണോളം ഓയിൽ, പിന്നെ 2 ടേബിൾ സ്പൂണോളം നാരങ്ങാനീര്, ആവശ്യത്തിന് ഉപ്പ്, കുറച്ച് ബേക്കിംഗ് സോഡ, 1 നുള്ള് ബേക്കിംഗ് സോഡ. ഇത്രയും കൂടി ചേർത്ത് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. നിങ്ങൾക്ക് ആവശ്യത്തിന് വെള്ളം ചേർക്കണമെങ്കിൽ ചേർക്കാം. നോക്കിയിട്ട് വേണം ചേർക്കാൻ, കാരണം ഇത് കുറച്ച് കട്ടിയിൽ നമ്മളൊരു ചപ്പാത്തിക്കൊക്കെ കുഴയ്ക്കുന്ന പോലെ അങ്ങനെ കുഴച്ചെടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ നോക്കിയിട്ട് വെള്ളം ചേർത്തിട്ട് എത്ര നിങ്ങൾക്ക് ആവശ്യമുണ്ട് വെള്ളം നോക്കിയിട്ട് ചേർത്താൽ മതി. കുറച്ച് വെള്ളം കൂടി ചേർക്കുകയാണ്, കാരണം മാവൊന്ന് കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇത് കട്ടിയിൽ തന്നെ, അത്യാവശ്യം കട്ടിയിൽ തന്നെ കുഴച്ചെടുക്കണം. വെള്ളം കൂടി പോയാൽ നമുക്ക് കറക്റ്റ് ഷേപ്പിൽ കിട്ടില്ല. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ട് കുഴച്ചെടുക്കുക. അങ്ങനെ നമ്മളെ മാവ് കുഴച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഞാനിതൊരു 5 മിനിറ്റ് ജസ്റ്റ് ഒന്ന് വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി നമുക്കത് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇടിയപ്പത്തിൻ്റെ അച്ചാണ് ഉപയോഗിക്കുന്നത്. അതിലേക്ക് നമ്മൾ കുഴച്ച് വെച്ചിരിക്കുന്ന ഈ മാവ് ഇട്ട് കൊടുക്കാം. നമ്മൾ നൂലുപൊടി ചെയ്യുന്ന അതേപോലെ തന്നെയാണ് ചെയ്യുന്നത്, പക്ഷേ ഇത് കടൽമാവ് കൊണ്ട് ഒട്ടിപ്പിടിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ അച്ചിൽ കുറച്ച് എണ്ണ പുരട്ടി കൊടുത്താൽ മതി, അങ്ങനെയാണെങ്കിൽ ഒട്ടിപ്പിടിക്കില്ല. അങ്ങനെ നമ്മൾ അച്ചിൽ മാവ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് എണ്ണ ചൂടാക്കാൻ വയ്ക്കാം. ഞാനിവിടെ ഒരു പാൻ വെച്ചിട്ട്, ഇത് സൺഫ്ലവർ ഓയിലാണ് ഉപയോഗിക്കുന്നത്. എണ്ണ ചൂടാവട്ടെ. ഇനി എണ്ണ ചൂടായി കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മൾ നൂലുപുട്ട് ചെയ്യുന്ന, അടിയപ്പം ചെയ്യുന്ന അതേ രീതിയിൽ തന്നെയാണ് ചെയ്യുന്നത്. എണ്ണയിലേക്കാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത് മാത്രം. ഇട്ട് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കണം, പെട്ടെന്നാവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഒരു സൈഡായി കഴിഞ്ഞാൽ അടുത്ത സൈഡ് മറിച്ചിട്ട് കൊടുക്കുക. എന്നിട്ട് വേഗം മാറ്റണം, അല്ലെങ്കിൽ കരിഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ടേസ്റ്റ് ഡിഫറൻസ് വരും. ഒരു സൈഡായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത സൈഡും കൂടി മറിച്ചിട്ട് കൊടുക്കാം. 2 സൈഡും നന്നായിട്ടായിട്ടുണ്ട്. ഇനി നമുക്ക് പ്ലേറ്റിലേക്ക് മാറ്റാം. ഞാനൊരു ടിഷ്യൂ വെച്ചിട്ടുണ്ട്, അതിൻ്റെ ഉള്ളിലേക്കാണ് മാറ്റുന്നത്. അങ്ങനെ നമ്മൾ മാറ്റിയിട്ടുണ്ട്. ഇനി ബാക്കിയുള്ളതും കൂടി നമുക്ക് ഇതേപോലെ തന്നെ ചെയ്തെടുക്കാം. കുറച്ചായിട്ട് എണ്ണയിലിട്ട് കൊടുത്തിട്ട് 2 സൈഡും മറിച്ചിട്ട് ആയിക്കഴിഞ്ഞാൽ നമുക്ക് മാറ്റാം. അങ്ങനെ നമ്മൾ ആലു ഭുജി റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിൽ നമ്മൾ കുറച്ച് ചാട്ട് മസാല വെതറി കൊടുക്കുകയാണ്. അതുപോലെ തന്നെ നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച ഉണങ്ങിയ പുതിന ഇലയുടെ പൊടി അതും കൂടി ചേർത്ത് കൊടുക്കണം. എന്നിട്ട് നന്നായിട്ട് കൈകൊണ്ട് പൊടിച്ചെടുക്കണം. അങ്ങനെ നമ്മളെല്ലാം പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി വേണമെങ്കിൽ കുറച്ചും കൂടി നമുക്ക് മിൻറ്റ് ലീവ്സ് ഇട്ട് കൊടുക്കാം. അത് നമ്മളുടെ ഒരു ഫ്ലേവറിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് കൂടുതൽ ചേർക്കുന്ന ഇഷ്ടമാണെങ്കിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ്. എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്യുക. അങ്ങനെ നമ്മളുടെ ആലു ഭുജി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നമുക്ക് വീണ്ടും പുതിയ റെസിപ്പീസായിട്ട് കാണാം. അപ്പോൾ അതിനു മുന്നേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നമുക്ക് വീണ്ടും കാണാം. താങ്ക്